പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കേണ്ടത് ചുട്ടുകൊള്ളുന്ന സൂര്യന് കീഴിൽ. കൊടും വേനലിൽ അല്പം തണൽ എന്നത് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സ്വപ്നം മാത്രം. ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ കടവരാന്തകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഇല്ലാതെ ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനമാകട്ടെ 2 വർഷം കഴിഞ്ഞിട്ടും പാതി പോലും പണിതിട്ടില്ല. താലൂക്ക് ആസ്ഥാനത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതിയാണിത്. പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി ഇതുവരെ പൂർത്തീകരിച്ചത് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പ്രാഥമിക കെട്ടിട നിർമ്മാണം മാത്രം. ടോയ്ലറ്റിന്റെ ഫിറ്റിംഗ്സ് പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. 99 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ ആകെ പൂർത്തിയായത് 30 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രം. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നമ്മുടെ പൊന്നാനിനെ വികസിപ്പിച്ച് MP-യും MLA-യും ചേർന്നിട്ടേ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ വാർത്തയായിട്ടാണ് നമ്മൾ കണ്ടത്. എന്നെ കുത്തിത്തിരിപ്പുകാരനും രാഷ്ട്രീയ വിരോധിയും വികസന വിരോധിയും ഒന്നാകണ്ടോ. ഇതെന്റെ കുട്ടിക്കാലം മുതലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണത്. പൊന്നാനി സ്റ്റാൻഡ് എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാൽ സ്റ്റാൻഡ് എന്ന് പറയണല്ലോ. നോക്കൂ, ഒരു 4 ബസ് ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ഉമ്മമാരോ സ്ത്രീകളോ കുട്ടികളൊക്കെ ചേർന്ന് അതിന്റെ ഭാഗത്ത് നിൽക്കണമെന്നുണ്ടല്ലോ, അപകടം സംഭവിക്കും. കാരണം അതിന്റെ ഇടയിലൊക്കെ കുടുങ്ങിപ്പോവേ. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ്. അപ്പം ഗൾഫിനേക്കാളും അതിശക്തമായ രീതിയിൽ അവിടുത്തെ നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി തണല് കിട്ടുവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടകളിലും മറ്റുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുകയാണ് ബസ് കാത്തിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷങ്ങളായിട്ട് MP-യും MLA-യും വികസിപ്പിച്ച് ഇപ്പം അത് നവീകരണ പ്രവർത്തനങ്ങൾ 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തയിൽ മനസ്സിലാകും. ഏതായാലും ഇനി എന്ത് വികസിപ്പിക്കും, എങ്ങനെ വികസിപ്പിക്കും എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. എന്നെ കുതിര കയറാൻ വേണ്ടി വരണ്ടാട്ടോ. പ്രാദേശിക വാർത്ത റിപ്പോർട്ട് ചെയ്തത് ശരിയല്ല എങ്കിൽ അത് തിരുത്തുക പോയിട്ട്. യഥാർത്ഥത്തിൽ എന്തായാലും ആ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെയാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരയ്ക്കും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ഇത്രയും നാള് MP-യും MLA-യും ഒരുമിച്ച് നിന്ന് ഭരിച്ചിട്ട് നാണം കെട്ട ഭരണം എന്നല്ലാതെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. അവസരത്തിനനുസരിച്ച് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും അനുഭാവികളൊക്കെ ഓടി പാഞ്ഞിങ്ങോട്ട് വന്ന് എന്താണ് മത്സരിച്ചുകൊണ്ട് ന്യായീകരിച്ച് മെഴുകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആയുധം വെച്ച് കീഴടങ്ങില്ലാതെ വേറെ നിർവാഹമില്ലേ. അല്ലെങ്കിൽ പരിഹാസ്യവും പുച്ഛവും അല്ലെങ്കിൽ തെറിയോ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് വ്യക്തിപരമായിട്ടും അധിക്ഷേപിച്ചൊക്കെ വ്യക്തിഹത്യ നടത്തിയിട്ടൊക്കെ പറയാൻ ഇവരാരും മോശക്കാരല്ല. അപ്പം അതുകൊണ്ട് തന്നെ വികസനമില്ലാത്ത ഈ ഒരു അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് അത് പറയുന്നതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് സ്വയം വിമർശനം ഉന്നയിക്കുകയാണ് വേണ്ടത്. ഇത്രയും നാള് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരോ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MP-യോ MLA-യോ എന്ത് ചെയ്തു ഇത്തരം വിഷയങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പം ഇനി അങ്ങോട്ട് വരുന്ന ഓരോ സമയങ്ങളിലും എങ്ങനെ നീങ്ങണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ പ്രദേശത്തുള്ള മനുഷ്യരാണ് വോട്ട് ചോദിക്കാനൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ, വികസനങ്ങളെക്കുറിച്ച് ചോദിക്കേണ്ടത്. ഓക്കെ, ബൈ.